അപ്പോൾ ഈ ഒരു കണക്ക് കൃത്യമായിട്ടൊന്ന് പഠിച്ചേണം. ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു കണക്കാണ്. നമ്മുടെ പുസ്തകത്തിനകത്ത് ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം. HSI പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്, നിങ്ങളുടെ ജോഗ്രഫി അധ്യാപകനാണ്. ജോഗ്രഫിയിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. HSI സോഷ്യൽ സയൻസിന് ജോഗ്രഫിയിൽ നിന്നുള്ള ഈ പ്രോബ്ലംസ് കുറച്ച് പേരെങ്കിലുമൊക്കെ ഒന്ന് കുഴപ്പിക്കാറുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഈ കേറ്ററ്റ് പോലുള്ള പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളുമാണ്. ഇപ്പം കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കേറ്ററ്റ് കാറ്റഗറി 2 വന്ന ഒരു ജോഗ്രഫിയിൽ ഒരു പ്രോബ്ലം പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു പ്രോബ്ലംസിൻ്റെ സെഷൻ തുടങ്ങാം. കണക്ക് നമ്മൾ പണ്ടേ വിട്ടതാണല്ലേ, നമ്മൾ സോഷ്യൽ സയൻസുകാർ പണ്ടേ കണക്ക് വിട്ടതാണ്. പക്ഷേ വീണ്ടും വരുന്നുണ്ട്. പക്ഷേ പേടിക്കണ്ട, കുഞ്ഞു കണക്കുകളാണ്. വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കൊരു ലോജിക് കിട്ടിയാൽ മാത്രം മതി സംഭവം മനസ്സിലാക്കാനായിട്ട്. ഒത്തിരി വാചകം അടിക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 1:25,000 1:25,000 എന്ന തോതിലുള്ള ഒരു ഭൂപടത്തിൽ 13 സെന്റിമീറ്റർ അകലത്തിലുള്ള രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ടേംസ് ആണ് അവർ തന്നേക്കുന്നത്? 1:25,000 എന്ന തോതിലുള്ള ഒരു ഭൂപടം. ആദ്യം അത് എഴുതി വെക്കാം. 1:25,000 ഇതാണ് ഭൂപടത്തിൻ്റെ തോത്. ഭൂപടത്തെ പറ്റി പഠിച്ച സമയത്ത് തോതുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്കെയിൽസ് ഓഫ് എ മാപ്പ് എന്ന ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. 1:10,00,000 എന്ന തോതിലുള്ള ഭൂപടത്തെ നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലേ, മില്യൺ ഷീറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. 1:10,00,000 4 ഡിഗ്രിയാണ് അങ്ങനത്തെ മാപ്പുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി. 1:2.5 എന്ന ഭൂപടത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഷീറ്റ് എന്ന് വിളിക്കാറുണ്ട്, അവരെ തന്നെ ക്വാർട്ടർ ഷീറ്റ് എന്ന് വിളിക്കാറുണ്ട്. 1:2.5 തോത് വരുന്നത് 1 ഡിഗ്രിയാണ് അവരുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി. പിന്നെ 1:50,000 എന്ന തോതിലുള്ള ഭൂപടത്തെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 1:25,000 എന്ന തോതിലുള്ള ഭൂപടത്തെ പറ്റി പഠിച്ചായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ടേമുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ തോത് തന്നിട്ടുണ്ട് ഭൂപടത്തിൻ്റെ 1:25,000. ആദ്യം ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ എഴുതാം. 1:25,000 എന്ന തോത് ഒരു ഭൂപടത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് എന്താണ്? ഈ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, ഈ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 25,000 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. ഭൂമിയിലെ യഥാർത്ഥ ദൂരമായ 25,000 സെൻറ്റിമീറ്റർ തുല്യമാണ് ഈ ഭൂപടത്തിൽ നമ്മൾ വരച്ചേക്കുന്ന 1 സെൻറ്റിമീറ്റർ. അതായത് എയും ബിയും തമ്മിൽ ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ യഥാർത്ഥ ഭൂമിയിൽ അവർ തമ്മിൽ 25,000 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട്. 25,000 സെൻറ്റിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റിയാലേ ഇവിടെ കാര്യം നടക്കത്തുള്ളൂ. 25,000 സെൻറ്റിമീറ്ററിനെ എങ്ങനെ കിലോമീറ്ററിലേക്ക് മാറ്റാം? ഞാൻ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു സാധനം പറഞ്ഞുതരാം. 1,00,000 സെൻറ്റിമീറ്റർ ആണ് 1 കിലോമീറ്റർ. പറ എൻ്റെ കൂടെ, 1,00,000 സെൻറ്റിമീറ്റർ ആണ് 1 കിലോമീറ്റർ. 50,000 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ 1/2 കിലോമീറ്റർ. അപ്പോൾ 25,000 സെൻറ്റിമീറ്റർ ആണ് 1/4 കിലോമീറ്റർ. എത്രയാ? 1/4 കിലോമീറ്റർ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 1,00,000 സെൻറ്റിമീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പോൾ 50,000 സെൻറ്റിമീറ്റർ ആണ് 1/2 കിലോമീറ്റർ. അപ്പോൾ 25,000 സെൻറ്റിമീറ്റർ ആണ് 1/4 കിലോമീറ്റർ. അപ്പോൾ ഈ ഒരു മാപ്പിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ എത്രയാ? 1/4 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.25 കിലോമീറ്റർ ആണ്. 1/4 കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ 0.25 കിലോമീറ്റർ ആണ്. അത്രയും കിട്ടി നമുക്ക്. അത്രയും നമ്മൾ പഠിച്ചു. ക്ലിയർ? ഇനി അവർ പറയുന്നു ഇവിടെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ 13 സെൻറ്റിമീറ്റർ ആണ് അകലം. എയും ബിയും തമ്മിൽ ഈ ഭൂപടത്തിൽ 13 സെൻറ്റിമീറ്റർ ആണ് അകലം. അടുത്ത നമ്മളുടെ ഡേറ്റ നമ്മൾ എഴുതിയിട്ടു. 13 സെൻറ്റിമീറ്റർ ആണ് അകലം അല്ലേ. തോത് 1:25,000 ആണ്. നമ്മളത് കണ്ടുപിടിച്ചു. അത് ഒരു സെൻറ്റിമീറ്റർ എത്ര കിലോമീറ്റർ വരുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. 0.25 കിലോമീറ്റർ ആണ് അല്ലേ, കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ 13 സെൻറ്റിമീറ്റർ അകലമാണെങ്കിൽ ആ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ, എയും ബിയും തമ്മിൽ ഭൂപടത്തിൽ 13 സെൻറ്റിമീറ്റർ അകലമുണ്ടെങ്കിൽ യഥാർത്ഥ ഭൂമിയിൽ അവർ തമ്മിലുള്ള അകലം എത്രയായിരിക്കും? 13 ഗുണം
ഓരോ സെന്റിമീറ്റർ വ്യത്യാസപ്പെടുമ്പോൾ എത്രയാ 0.25 കിലോമീറ്ററാ അല്ലെ? ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.25 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ദൂരം. അങ്ങനെയെങ്കിൽ 13 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 13 ഗുണം 0.25 അല്ലേ? 13 ഗുണം 0.25 അല്ലേ? 13 സെന്റിമീറ്റർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പൊ 13 ഗുണം 0.25 അല്ലേ? എത്ര വന്നു ഉത്തരം? 0.25 ഗുണം 1/4 ഗുണം 4 ചെയ്താൽ 1 കിട്ടിയില്ലേ? വീണ്ടും ഒരു 4 കൂടെ വന്നാൽ 2 കിട്ടിയില്ലേ? വീണ്ടും ഒരു 4 കൂടെ വന്നാൽ 3 കിട്ടിയില്ലേ? അതായത് 12 ഗുണം 0.25 3 കിട്ടി, 3 കിലോമീറ്റർ കിട്ടി. 12 ഗുണം 0.25 നോക്കിയാൽ മതി. 4 കാല് കൂട്ടുമ്പോൾ 1 ആയി, 8 കാല് കൂട്ടുമ്പോൾ 2 ആയി, 12 കാല് കൂട്ടുമ്പോൾ 3 ആയി. അപ്പോൾ 13 കാല് കൂട്ടുമ്പോഴോ 3.25 ആയി, 3.25 ആയി. ആൻസർ 3.25 കിലോമീറ്റർ. ആൻസർ 3.25 കിലോമീറ്റർ. പഠിച്ചോ? സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് കേറ്ററ്റുകൾക്ക് ആവർത്തിക്കുന്നതാണ്. HSക്ക് വേണമെങ്കിൽ ഇതൊന്ന് കുറച്ചും കൂടെ അവർ വേറെ മാറ്റി നമുക്ക് തരാം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇതേ ചോദ്യം തന്നെ ഞാൻ സ്കെയിൽ മാറ്റി നിങ്ങളോട് ചോദിക്കട്ടെ. സ്കെയിൽസ് മാറ്റുവാണേ, നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് ആണ്. 1:25,000 പകരം 1:25,000 പകരം അവിടെ ചോദ്യം വരുന്നു 1:10 ലക്ഷം. 1000, 10,000, ലക്ഷം, 10 ലക്ഷം. 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. 1:10 ലക്ഷം എന്ന തോതിലുള്ള ഭൂപടത്തിൽ 13 സെന്റിമീറ്റർ അകലത്തിലുള്ള രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ യഥാർത്ഥ അകലം എത്ര? ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഡേറ്റ എഴുതി വെക്കണം. 1:10 ലക്ഷം, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. ഇതിനർത്ഥം എന്താ? ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ഭൂപടത്തിൽ 2 പ്രദേശങ്ങൾക്കിടയിൽ 1 സെന്റിമീറ്റർ ദൂരമുണ്ടെങ്കിൽ യഥാർത്ഥ ഭൂമിയിൽ അവർ തമ്മിൽ എത്രയുണ്ട്? 10 ലക്ഷം സെന്റിമീറ്ററിന് വ്യത്യാസമുണ്ട്. ഭൂപടത്തിൽ 2 പ്രദേശങ്ങൾ തമ്മിൽ 1 സെന്റിമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ യഥാർത്ഥ ഭൂമിയിൽ അവർ തമ്മിൽ 10 ലക്ഷം സെന്റിമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു തന്ന കോഡ് 1 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. അപ്പോൾ 10 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ. 1 ലക്ഷം സെന്റിമീറ്റർ 1 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ 25,000 സെന്റിമീറ്റർ 1/4 കിലോമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ 10 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1 സെന്റിമീറ്റർ ഈസ് ടു 10 കിലോമീറ്റർ എന്ന് കിട്ടി. 10 ലക്ഷം സെന്റിമീറ്ററിനെ ഞാൻ കിലോമീറ്ററിലേക്ക് മാറ്റിയപ്പോൾ 10 കിലോമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ 2 പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 സെന്റിമീറ്റർ ആകുമ്പോൾ 10 കിലോമീറ്റർ വരും. 2 പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 സെന്റിമീറ്റർ ആകുമ്പോൾ 10 കിലോമീറ്റർ ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെയെങ്കിൽ ഇവിടെ 13 ആണെങ്കിലോ, 2 പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 13 സെന്റിമീറ്റർ ആണെങ്കിലോ, 2 പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 13 സെന്റിമീറ്റർ ആണെങ്കിലോ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? 10 ഗുണം 13 അല്ലേ? 13 ഗുണം 10 കിലോമീറ്റർ ആണ് അവർ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? 13 ഗുണം 10 ആണ് അവർ തമ്മിലുള്ള വ്യത്യാസം. എത്രയാണ്? 130 കിലോമീറ്റർ ആയിരിക്കും ഈ 2 പ്രദേശങ്ങൾ തമ്മിൽ യഥാർത്ഥ ഭൂമിയിലെ വ്യത്യാസം. യഥാർത്ഥ ഭൂമിയിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 130 കിലോമീറ്റർ ആയിരിക്കും. ഇതേ ചോദ്യം തന്നെ ഞാൻ വീണ്ടും സ്കെയിൽ മാറ്റുന്നു. 1:10 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ 1:2.5 ലക്ഷം. ഡിഗ്രി ഷീറ്റാണല്ലോ 2.5 ലക്ഷം എന്ന് പറയുന്നത്. 25,000, 2.5 ലക്ഷം. 1:2.5 ലക്ഷം തോതിലുള്ള ഒരു ഭൂപടത്തിൽ 13 സെന്റിമീറ്റർ അകലത്തിലുള്ള 2 പ്രദേശങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയാ? ആദ്യം നമ്മുടെ സ്കെയിൽ എഴുതി വെക്കണം. 1:2.5 ലക്ഷം. അതിനർത്ഥം എന്താ? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2.5 ലക്ഷം സെന്റിമീറ്ററിന് തുല്യമാണ്. അതായത് യഥാർത്ഥ ഭൂമിയിൽ 2 പ്രദേശങ്ങൾ തമ്മിൽ 1 സെന്റിമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ, ഭൂപടത്തിൽ 2 പ്രദേശങ്ങൾ തമ്മിൽ 1 സെന്റിമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ യഥാർത്ഥ ഭൂമിയിൽ അവർ തമ്മിൽ 2.5 ലക്ഷം സെന്റിമീറ്റർ വ്യത്യാസമുണ്ട്. അതിനെ കിലോമീറ്ററിലേക്ക് മാറ്റിക്കേ. നമ്മുടെ ചോദ്യം കിലോമീറ്ററിലാണ്. അവർ തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയാണ്? ഇവിടെ 13 സെന്റിമീറ്റർ നമ്മൾ കിലോമീറ്ററിലേക്ക് മാറ്റണം. ഓപ്ഷൻസ് എല്ലാം കിലോമീറ്ററിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ കിലോമീറ്ററിലേക്ക് മാറ്റണം. ആ സെന്റിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റണം. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? 1 ലക്ഷം സെന്റിമീറ്റർ 1 കിലോമീറ്റർ. അപ്പോൾ 2.5 ലക്ഷം സെന്റിമീറ്ററോ? 1 ലക്ഷം സെന്റിമീറ്റർ 1 കിലോമീറ്റർ ആണെങ്കിൽ 2 ലക്ഷം സെന്റിമീറ്റർ 2 കിലോമീറ്റർ. അപ്പോൾ 2.5 ലക്ഷം സെന്റിമീറ്ററോ? 2.5 കിലോമീറ്റർ. എഴുതുന്നു 2.5 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ 13 സെന്റിമീറ്റർ 2 പ്രദേശങ്ങൾ തമ്മിൽ 13 സെന്റിമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ, 2 പ്രദേശങ്ങൾ തമ്മിൽ 13 സെന്റിമീറ്റർ ആണ് വ്യത്യാസമെങ്കിൽ, ഭൂപടത്തിൽ 13 സെന്റിമീറ്റർ ആണ് വ്യത്യാസമെങ്കിൽ യഥാർത്ഥ ഭൂമിയിൽ അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 13 ഗുണം 2.5 കിലോമീറ്റർ. 13 ഗുണം 2.5 കിലോമീറ്റർ എത്രയാ? 13 ഗുണം
2.5 കിലോമീറ്റർ. എത്ര വരും? 2.5 കിലോമീറ്റർ ഗുണം 10 എത്ര വന്നു? 25 എന്ന് വന്നു. അപ്പോൾ 13 എത്ര വരും? ഏകദേശം 32.5 കിലോമീറ്റർ നീട്ടും. 32.5 കിലോമീറ്റർ നീട്ടും അല്ലേ? നോക്കി, 2.5 ഗുണം 10 എത്രയായി? 25 കിലോമീറ്റർ എന്നായി. 2.5 കിലോമീറ്റർ ഗുണം 10 എന്ന് ചോദിച്ചാൽ 25 കിലോമീറ്റർ ആയി. അപ്പോൾ 11 വരുമ്പോൾ 27.5, 12 വരുമ്പോൾ 30, 13 വരുമ്പോൾ 32.5. ക്ലിയർ ആയില്ലേ? ഇതേപോലെ ഏത് തോത് ചോദിച്ചാലും ആ തോതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് യഥാർത്ഥ ഭൂമിയിലെ അകലം കണ്ടുപിടിക്കാൻ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ലേ? ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് അത് ഞാൻ വ്യക്തമാക്കി തന്നില്ലേ? ക്ലിയർ? അപ്പം നമ്മുടെ കോഡ് എന്താണ്? കോഡ് ഇത്രയേ ഉള്ളൂ. എത്രയാണോ എഴുതുന്നത്, സ്കെയിൽ അപ്പുറം എത്രയാണോ അതിനെ കിലോമീറ്ററിലേക്ക് മാറ്റണം. 1:2.5 ലക്ഷം എന്നാണ് തരുന്നതെങ്കിൽ 1:2.5 ലക്ഷം എന്നാണ് തരുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ കിലോമീറ്ററിലേക്ക് മാറ്റണം. ആദ്യം 1 സെൻറ്റിമീറ്റർ ഈസ് ടു 2.5 ലക്ഷം സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഇതിനെ കിലോമീറ്ററിലേക്ക് മാറ്റുക. 1 ലക്ഷം സെൻറ്റിമീറ്റർ ആണ് 1 കിലോമീറ്റർ. ഇത് മറന്നു പോകരുത്. 1 ലക്ഷം സെൻറ്റിമീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പോൾ 2.5 ലക്ഷം സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റർ എന്ന് കിട്ടി. അപ്പം യഥാർത്ഥ ഭൂമിയിൽ 2 പ്രദേശങ്ങൾ തമ്മിൽ 1 സെൻറ്റിമീറ്റർ വ്യത്യാസം, ഭൂപടത്തിൽ 2 പ്രദേശങ്ങൾ തമ്മിൽ 1 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ യഥാർത്ഥ ഭൂമിയിൽ അവർ തമ്മിൽ 2.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. എത്ര വ്യത്യാസമുണ്ട്? 2.5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി അന്തരീക്ഷത്തിലെ താപവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണേ. ഇതും കഴിഞ്ഞ GATE 2 ചോദിച്ചതാണ്, നമുക്കും പ്രതീക്ഷിക്കാം. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില, ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന ഡേറ്റ എഴുതണേ. 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുകയും ദൈനിക ശരാശരി താപനില 20 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുകയും ചെയ്താൽ അന്നേ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില എത്രയായിരിക്കും രേഖപ്പെടുത്തിയത്? അപ്പോൾ നമുക്ക് ഡേറ്റ എഴുതാം. ഏറ്റവും കൂടിയ താപനില, അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില ഞാൻ എഴുതുന്നു. എത്രയാ? 26 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില നമുക്കിവിടെ വേണം. അതാ ചോദ്യം. കുറഞ്ഞ താപനില നമുക്ക് വേണം, അറിയത്തില്ല. പക്ഷേ വേറൊരു കാര്യം തന്നിട്ടുണ്ട്, ദൈനിക ശരാശരി താപനില തന്നിട്ടുണ്ട്. ദൈനിക ശരാശരി താപനില തന്നിട്ടുണ്ട്. എത്രയാണ് ദൈനിക ശരാശരി താപനില? 20 ആണ്. 20. ഇത് രണ്ടും ഉണ്ടെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ദൈനിക ശരാശരി താപനില. കൂടിയ താപനില 26 ആണ്. ദൈനിക ശരാശരി താപനില 20 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറഞ്ഞ താപനില കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്ലിയർ? ഇതാണ് നമ്മുടെ ഡേറ്റ അല്ല ഞാൻ എഴുതിയിട്ടു. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക്, നമ്മുടെ സൊല്യൂഷനിലേക്ക് നമ്മൾ പോവുക. ഇത്രേ ഉള്ളൂ. ആദ്യം എന്താ ചെയ്യേണ്ടേ? ദൈനിക ശരാശരി താപനിലയുടെ ഇക്വേഷൻ എഴുതണം. ദൈനിക ശരാശരി താപനില എങ്ങനെ കണ്ടുപിടിക്കുന്നേ? അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ദിവസത്തെ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2. ഇതാണ് ദൈനിക ശരാശരി താപനില. ഒരു ദിവസത്തെ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ കൂടിയ താപനില നമുക്ക് ആദ്യം എഴുതാം. കൂടിയ താപനില 26 ഉണ്ട്. ഒരു ദിവസത്തെ കൂടിയ താപനില 26 ഉണ്ട്. കുറഞ്ഞ താപനില നമുക്ക് അറിയത്തില്ല, നമുക്ക് x എന്ന് എഴുതാം. അവരെ തമ്മിൽ ഹരിച്ചു, ഡിവൈഡ് ചെയ്തു, 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ദൈനിക ശരാശരി താപനില കിട്ടി. അത് എത്രയാണ്? 20 എന്ന് കിട്ടി. 26നെ ഏതൊരു സംഖ്യയുമായിട്ട് കൂട്ടി 2 കൊണ്ട് ഹരിച്ചാലാണ് 20 കിട്ടുന്നത്? 26നെ ഏത് സംഖ്യയുമായിട്ട് കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ 20 കിട്ടുന്നത്? അതല്ലേ നമ്മുടെ ഉത്തരം. 26നെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നോക്കിക്കേ, 6 കൊണ്ട് കൂട്ടി നോക്കാം നമുക്ക്. 26ന് 6 കൊണ്ട് കൂട്ടിയാൽ 32. 32നെ 2 കൊണ്ട് ഹരിച്ചാൽ 20 കിട്ടത്തില്ല, 16 കിട്ടത്തുള്ളൂ. അടുത്ത നമുക്ക് 42 എടുക്കാം. 26നെ 42 കൂട്ടിക്കഴിഞ്ഞാൽ 42, 52, 62, 68 എന്ന് കിട്ടും. 68നെ 2 കൊണ്ട് ഹരിച്ചാൽ 20 കിട്ടത്തില്ല. നമുക്ക് 14 എടുത്ത് നോക്കാം. 22നെ 14 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 26നെ 14, 22 അല്ല 26നെ 14 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 26, 10, 36, 4, 40. 40/2 20. 40/2 20. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ്. ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും അതേ ദിവസത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ താപനിലയും കൂട്ടി 2 കൊണ്ട് ഹരിക്കുന്നതാണ്. ക്ലിയർ? ഓപ്ഷനിൽ നിന്ന് ഞാൻ ഉത്തരത്തിലേക്ക് എത്തി. അല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? എക്സിൻ്റെ വാല്യൂ നമുക്ക് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ, അല്ലാതെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ഇങ്ങനെ
കണ്ടെത്തി. കൃത്യമായിട്ട് 3 ഓപ്ഷൻ ഇട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടെത്തി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോൾ ഈ ചോദ്യം വേറെ ഏതൊക്കെ രീതി ചോദിക്കാം? നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില 20, ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില 10 എങ്കിൽ ദൈനിക ശരാശരി താപനില കണ്ടെത്തുക. ഇതാണ് ചോദ്യം. ദൈനിക ശരാശരി താപനില ചോദിക്കുന്നു വിചാരിച്ചോ. കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? 20 + 10 ഭാഗം 2, അതായത് 30/2 = 15. 30/2 = 15. കണ്ടോ? ദൈനിക ശരാശരി താപനില എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ദൈനിക ശരാശരി താപനില കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അടുത്ത ചോദ്യം, കൊച്ചി നഗരത്തിലെ ഒരു ദിവസത്തെ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ ദൈനിക താപാന്തരം എത്രയാണ്? എങ്ങനെ ചെയ്യേണ്ടത്? 38ഉം 32ഉം കൂടെ കൂട്ടി 2 കൊണ്ട് ഭാഗിച്ച് ഉത്തരമെത്തണം. തെറ്റി. അങ്ങനെയല്ല. ചോദിച്ചേക്കുന്നത് ദൈനിക താപാന്തരമാണ്, ഡയർണൽ ടെമ്പറേച്ചർ ആണ്. മറ്റേത് ദൈനിക ശരാശരി താപനിലയായിരുന്നു. ഒരു ദിവസത്തെ ദൈനികം, ഒരു ദിനം, ഒരു ദിവസത്തെ ശരാശരി താപനില നേരത്തെ ചോദിച്ചത്. ഇവിടെ ഒരു ദിവസത്തെ താപാന്തരമാണ് ചോദിച്ചേക്കുന്നത്. താപാന്തരം ചോദിക്കുമ്പോൾ എന്താ ഉത്തരം എഴുതേണ്ടത്? ആദ്യം കൂടിയ താപനില എടുത്തെഴുതണം. 38 നമുക്ക് തന്നിട്ടുണ്ട്, ഡേറ്റയിൽ നിന്ന് എഴുതിയാൽ മതി. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനകത്ത് ഡേറ്റയിൽ നിന്ന് കൂടിയ താപനില എടുത്തെഴുതുന്നു. ആ ദിവസത്തെ കുറഞ്ഞ താപനില മൈനസ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയിൽ നിന്നും ആ ദിവസത്തെ കുറഞ്ഞ താപനില മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ ദൈനിക താപാന്തരം കിട്ടും. ദാറ്റ് ഈസ് 6 ഡിഗ്രി സെൽഷ്യസ്. ഉണ്ടോ? ആ ദിവസത്തെ ദൈനിക താപാന്തരം കിട്ടുന്നു. എത്രയാണ്? ഓപ്ഷൻ സി, 6 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ദൈനിക ശരാശരി താപനില എന്ന് പറയുമ്പോൾ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും കൂട്ടി 2 കൊണ്ട് ഹരിക്കണം. ദൈനിക താപാന്തരം എന്ന് ചോദിച്ചാൽ കൂടിയ താപനിലയിൽ നിന്ന്, ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയിൽ നിന്ന് ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കുറച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ദൈനിക താപാന്തരം കിട്ടും. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം. ഇനി ദൈനിക ശരാശരി താപനിലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി വേറെ ചോദ്യമാണ്. അത് വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നു. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ക്ലിയർ? അപ്പോൾ ദൈനിക ശരാശരി താപനിലയും ദൈനിക താപാന്തരവും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഈ ദൈനിക ശരാശരി താപനില, ഒരു കാര്യം കൂടി, ഇവിടുന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ദൈനിക താപാന്തരം ഒരു പ്രദേശത്ത് കൂടുതലാണ് എന്ന് വിചാരിക്കുക. ദൈനിക താപാന്തരം ഒരു പ്രദേശത്ത് കൂടുതലാണ് എന്ന് വിചാരിക്കുക. എങ്കിൽ ആ പ്രദേശം കടലിനോട് ചേർന്നിട്ടുള്ള പ്രദേശമായിരിക്കുമോ, അല്ലെങ്കിൽ കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമായിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ആ പ്രദേശത്ത് മോഡറേറ്റ് ടെമ്പറേച്ചർ ആണോ എക്സ്ട്രീം ടെമ്പറേച്ചർ ആണോ എന്ന് കണ്ടെത്താനായിട്ട് പറ്റും. ഉദാഹരണത്തിന്, ഒരു ദിവസത്തെ കൂടിയ താപനില 40 ആണ്. ഡൽഹിയാന്ന് വിചാരിച്ചു. കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സിറ്റിയാണ് ഡൽഹി. സമുദ്ര സാമീപ്യമില്ല. അവിടുത്തെ കുറഞ്ഞ താപനില 10 ആണെന്ന് വിചാരിച്ചു. എങ്കിൽ ദൈനിക താപാന്തരം എത്രയെന്ന് കിട്ടി? 30. അതേ ദിവസം തന്നെ കൊച്ചിയിലെ താപനില അല്ലെ മുംബൈയിലെ താപനില, ഒരു ദിവസത്തെ കൂടിയ താപനില 40ഉം കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 32 ആയിരിക്കും. അല്ലെങ്കിൽ 10ലേക്കൊന്നും കുറയത്തില്ല, അത്രയും കാര്യമായിട്ട് കുറയത്തില്ല. ഇവർ തമ്മിലുള്ള ദൈനിക താപാന്തരം എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8. അപ്പോൾ ഒരു ദിവസം തന്നെ 2 സിറ്റിയിൽ, ഡൽഹിയിൽ ദൈനിക താപാന്തരം 30ഉം മുംബൈയിലും കൊച്ചിയിലും ദൈനിക താപാന്തരം 8ഉം വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? ഡൽഹിയിൽ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ് അനുഭവപ്പെടുന്നത് എന്ന നിഗമനത്തിലെത്താം. കാരണം പകൽ സമയത്ത് ഇവർക്ക് ഉഗ്ര ചൂട്, രാത്രിയിൽ ഉഗ്ര തണുപ്പ്. നമുക്കങ്ങനെയല്ല. പകലും രാത്രിയും തമ്മിലുള്ള താപനില ഏകദേശം ഒരേപോലെ ക്രമീകരിക്കപ്പെടാറുണ്ട് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ. കാരണം എന്താ? കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ പകൽ സമയത്ത് കര താപത്തെ മുഴുവൻ ആഗിരണം ചെയ്യും, രാത്രിയിൽ താപത്തെ മുഴുവൻ എന്ത് ചെയ്യും? പുറന്തള്ളും. അങ്ങനെയാണ് അവർ തണുക്കുന്നത് രാത്രി. എന്നാൽ കടലിനോട് ചേർന്ന് കിടക്കുന്നവർക്കോ പകൽ സമയത്ത് കരഭാഗം താപത്തെ ആഗിരണം ചെയ്യുമ്പോൾ രാത്രിയാകുമ്പോൾ ഈ കര താപം മുഴുവൻ പുറന്തള്ളുമല്ലോ. പക്ഷേ അതേ സമയം തന്നെ കടൽ രാത്രി സമയത്ത് കൂടുതൽ ചൂടായി കിടക്കും. അത് കടലിനോട് ചേർന്ന് കിടക്കുന്നവർക്ക് ഉഗ്രമായ ഒരു താപത്തിലേക്ക്, അല്ലെങ്കിൽ അതിതീവ്രമായ ഒരു താപത്തിലേക്ക് അവർ തണുപ്പിലേക്ക്, ശൈത്യത്തിലേക്ക്, രാത്രി കാലങ്ങളിൽ തണുപ്പിലേക്ക് അവർ പോകാറില്ല. പകൽ സമയത്ത് ഓവറായിട്ട് ചൂടാവാറുമില്ല. പകൽ സമയത്ത് ഓവർ ചൂടാവാത്തതിന് കാരണം എന്നാ? പകൽ സമയത്ത് കടൽക്കാറ്റടിക്കാറുണ്ട്. കടൽ പകൽ സമയത്ത് താരതമ്യേന തണുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കരയുമായി കമ്പയർ ചെയ്യുമ്പോൾ കടൽ പകൽ സമയത്ത് തണുത്തും രാത്രി സമയത്ത് ചൂടായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ഓർത്താൽ മതി. പകൽ സമയത്ത് കര ചൂടാകുമ്പോൾ കടൽ തണുത്താണ് കിടക്കുന്നത്, രാത്രി സമയത്ത് കര തണുക്കുമ്പോൾ കടൽ ചൂടായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവർക്കും താപനില ഒരിക്കലും
എന്താവത്തില്ല, എക്സ്ട്രീം ആകത്തില്ല. കടലിനോട് ചേർന്ന് കിടക്കുന്നവരുടെ താപനില എപ്പോഴും എങ്ങനെ ആയിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. കടലിനോട് ചേർന്ന് കിടക്കുന്നവരുടെ താപനില എപ്പോഴും എന്തായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. കാരണം എന്നാ, പകൽ സമയത്ത് കര ചൂടാകുമ്പോൾ കടൽ തണുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. രാത്രി സമയത്ത് കര ഭയങ്കരമായി തണുക്കുമ്പോൾ കടൽ ചൂടായിട്ടായിരിക്കും കിടക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ട് അവർക്ക് മോഡറേറ്റ് ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. ഇവർക്കോ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലോ എക്സ്ട്രീം ടെമ്പറേച്ചർ ആയിരിക്കും. എങ്ങനത്തെ ടെമ്പറേച്ചർ ആയിരിക്കും? എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും അവർക്ക് അനുഭവപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രദേശത്തെ പകൽ സമയത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആയി കണക്കാക്കുക. അപ്പോൾ നമ്മുടെ ഡേറ്റ ആദ്യം എടുത്തെഴുതണം. പകൽ സമയത്തെ താപനില ഒരു പ്രദേശത്ത് പകൽ സമയത്ത് 35 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് എങ്കിൽ ആ പ്രദേശത്ത് നിന്ന് മുകളിലേക്ക് 3300 മീറ്റർ ഉയരത്തിൽ അനുഭവപ്പെടുന്ന താപനില എത്രയായിരിക്കും? നമ്മൾ അന്തരീക്ഷ പാളികൾ പഠിച്ച സമയത്ത് ക്രമമായ താപനഷ്ട നിരക്ക് എന്നൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിയായിരുന്നു. അതായത് ഇത് ഭൂമിയുടെ ഉപരിതലമാണ് എന്ന് വിചാരിക്കുക. ഉപരിതലത്തിന് മുകളിലുള്ള ആദ്യത്തെ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് താപനില കുറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര വെച്ചാൽ? 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച്. എത്ര മീറ്ററല്ല? ഓരോ 165 മീറ്ററിലും. ഉപരിതലത്തിലെ ശരാശരി താപനില എടുക്കുന്നു 35 ഡിഗ്രി സെൽഷ്യസ് എങ്കിൽ അതിന് നേരെ മുകളിൽ 3300 മീറ്റർ ഉയരത്തിൽ, അതായത് 3.3 കിലോമീറ്റർ എന്ന് അതിൻ്റെ അർത്ഥം. 3300 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.3 കിലോമീറ്റർ എന്നല്ലേ അർത്ഥം. അത്രയും ഉയരത്തിൽ അനുഭവപ്പെടുന്ന താപം എത്രയായിരിക്കും എന്നാ ചോദ്യം അല്ലെ? അത്രയും ഉയരത്തിൽ അനുഭവപ്പെടുന്ന താപം എത്രയായിരിക്കും? അപ്പോൾ എടുക്കാം, ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി കുറയും. ഓരോ 165 ഡിഗ്രി മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. അങ്ങനെയെങ്കിൽ 1650 മീറ്ററിൽ എത്ര കുറയും? 10 ഡിഗ്രി സെൽഷ്യസ് കുറയും. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കൂടെ 1650 മീറ്ററും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ എത്ര കിട്ടി? 3300. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു 10ഉം കൂടെ ഞാൻ കൂട്ടുന്നു. എത്ര കിട്ടി? 20. അതായത് 3300 മീറ്റർ ഉയരത്തിൽ 20 ഡിഗ്രി സെൽഷ്യസ് കുറയണം. മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കിക്കോ. ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില മാറ്റി എഴുതുന്നു. 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപരിതലത്തിലെ താപനില. ഓരോ 165 മീറ്ററിലും എത്ര കുറയും? 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. അങ്ങനെയെങ്കിൽ 1650 മീറ്റർ ഉയരത്തിൽ എത്ര കുറയും? ഇവിടെ ഒരു 0 കൂടെ ചേർത്തപ്പോൾ ഇവിടെ ഒരു 0 കൂടെ ചേർത്തു. 10 ഡിഗ്രി സെൽഷ്യസ് കുറയും. അങ്ങനെയെങ്കിൽ വേറൊരു 1650 മീറ്ററും കൂടെ കൂട്ടുന്നു. ഇതിൻ്റെ കൂടെ പ്ലസ് കൂട്ടുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു 10 കൂടെ കൂട്ടണ്ടേ? വീണ്ടും ഒരു 10 കൂടെ കൂട്ടി. അതായത് 2650 എടുത്തു. 2650 എന്ന് പറഞ്ഞാൽ 3300 മീറ്റർ ഉയരം എന്നല്ലേ അല്ലേ? അപ്പോൾ എത്ര കിട്ടി? ഇവിടെ ഒരു 10 കൂടെ കൂട്ടണ്ടേ? എത്ര വന്നു? 20 ഡിഗ്രി സെൽഷ്യസ്. അതായത് മൊത്തം 3300 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും അല്ലേ? ഓക്കെ ആണല്ലോ? അത്രയും കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപരിതലത്തിൽ. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപരിതലത്തിൽ. അവിടെ നിന്ന് 3300 മീറ്റർ ഉയരം എന്ന് പറയുമ്പോൾ എത്ര കുറയ്ക്കണം? 35ൽ നിന്ന് എത്ര കുറയ്ക്കണം? നേരത്തെ കണ്ടുപിടിച്ചു. 20 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 35 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും അല്ലേ? 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ഉത്തരം ഓപ്ഷൻ ബി, 15 ഡിഗ്രി സെൽഷ്യസ്. ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് ഈ ഒരു ഫിനോമിനൻ്റെ പ്രതിഭാസത്തിൻ്റെ പേര്. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലേക്ക് പോകുന്തോറും താപനില കുറയുന്നതിൻ്റെ റീസൺ ഇതാണ് അല്ല? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താപനില കുറയുന്നതിൻ്റെ റീസൺ ഈ പറഞ്ഞ ക്രമമായ താപനഷ്ട നിരക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രദേശത്തെ അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം 1000 മില്ലി ബാർ ആണെങ്കിൽ, അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്, ഏകകമാണ് മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. MB എന്ന് പറയാറുണ്ട് മില്ലി ബാറിനെ, HP എന്ന് എഴുതാറുണ്ട് ഹെക്ടോ പാസ്കലിനെ. ക്ലിയർ? ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം 1000 മില്ലി ബാർ ആണ് എന്ന് കരുതുക. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏതോ ഒരു സ്ഥലത്ത് 1000 മില്ലി ബാർ ആണ് അന്തരീക്ഷമർദ്ദം എങ്കിൽ അവിടെ നിന്ന് എത്രമാത്രം ഉയരത്തിലാ? 1 കിലോമീറ്റർ ഉയരത്തിൽ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1000 മീറ്റർ ആണ്. അത്രയും ഉയരത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം എത്രയായിരിക്കും? ചോദ്യം ഇതാണ്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ 10 മീറ്ററിലും 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം കുറയും. ഓരോ 10 മീറ്ററിലും 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം കുറയും. ശരിയാണോ? ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? ഓരോ 10 മീറ്ററിലും 1 മില്ലി ബാർ എന്ന തോതിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുമെന്ന് പഠിച്ചിട്ടില്ലേ? ക്ലിയർ? ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? സിമ്പിളായിട്ട് പറ്റും. എന്നാ പാടിയിരിക്കുന്നു? നോക്കിക്കേ. ഓരോ 10 മീറ്ററിലും എത്ര കുറയും? 1 മില്ലി ബാർ കുറയും. അങ്ങനെയെങ്കിൽ ഓരോ 100 മീറ്ററിലും എത്ര കുറയും?
10 മില്ലിബാർ, ഒരു 0 കൂടെ ചേർക്കണം, 10 മില്ലിബാർ കുറയും. അങ്ങനെയെങ്കിൽ ഓരോ 1000 മീറ്ററിലും എത്ര മില്ലിബാർ കുറയും? ഒരു 0 കൂടെ ചേർക്കണം, 100 മില്ലിബാർ കുറയും. 1000 കിലോമീറ്റർ നമുക്ക് എന്ത് വിളിക്കാം? 1 കിലോമീറ്റർ എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ 1 കിലോമീറ്ററിൽ എത്ര കുറഞ്ഞു? 100 മില്ലിബാർ അന്തരീക്ഷമർദ്ദം കുറഞ്ഞു അല്ലെ? 1 കിലോമീറ്റർ എത്തിയപ്പോൾ 100 മില്ലിബാർ കുറഞ്ഞു. നമുക്കിവിടെ പറയുന്നു ഒരു പ്രദേശം അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം 1000 മില്ലിബാർ ആണെങ്കിൽ 1 കിലോമീറ്റർ ഉയരത്തിൽ 100 കുറയണം. 1000 മില്ലിബാർ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നത്. 1 കിലോമീറ്ററിലെത്തുമ്പോൾ എത്ര കുറയണം? 100 മില്ലിബാർ കുറയണം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതല ഭാഗത്ത് ഇവിടെ 1000 മില്ലിബാർ ആണ് അന്തരീക്ഷമർദ്ദം. അങ്ങനെയെങ്കിൽ 1 കിലോമീറ്റർ ഉയരത്തിൽ 100 മില്ലിബാർ അന്തരീക്ഷമർദ്ദം കുറയണം. 1000 മൈനസ് 100 എന്ന് പറഞ്ഞാൽ 900 മില്ലിബാർ. 900 മില്ലിബാർ ആണ് ഉത്തരം. കണ്ടോ? 1 കിലോമീറ്റർ ഉയരത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം എത്രയായിരിക്കും? ഓപ്ഷൻ ബി 900 മില്ലിബാർ. കണ്ടോ? മറ്റൊരു കണക്ക്, ഒരു ചോദ്യം കൂടെ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന വികിരണത്തെ, അത് സൗരവികിരണമാണല്ലോ, സൗരവികിരണം ഹ്രസ്വ തരംഗ രൂപമാണ്, ഷോർട്ട് വേവ് റേഡിയേഷൻ ആണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന വികിരണങ്ങൾ ഭൂമി പുറന്തള്ളുന്ന വികിരണങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ, ഭൂമി പുറന്തള്ളുന്ന താപവികിരണവുമായി കമ്പയർ ചെയ്യുമ്പോൾ അവ ഹ്രസ്വ തരംഗ രൂപത്തിലുള്ള വികിരണങ്ങളാണ്. ഭൂമി പുറന്തള്ളുന്ന താപവികിരണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് 100% കണക്കാക്കിയാൽ അവയിൽ ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത് എത്ര ശതമാനമാണ്? 100ൽ എത്ര ശതമാനത്തെ ഭൗമോപരിതലം ആഗിരണം ചെയ്യും? ഇതങ്ങ് കാണാപ്പാടം പഠിച്ചോണം. ഇതിൽ ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത് 51 യൂണിറ്റ് ആണ്, 51%. ഞാൻ ആ കണക്കൊന്ന് പറയാം, ശ്രദ്ധിച്ചിരുന്നോ? ഇത് ഭൂമിയുടെ ഉപരിതലം, ഇത് സൂര്യൻ. സൗരവികിരണം ഭൂമിയിലേക്ക് എത്തുന്നു ഹ്രസ്വ തരംഗ രൂപത്തിൽ. ഇത് 100 യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നു, ഈ വരുന്നത് 100% കണക്കാക്കുന്നു. അതിൽ ഒരു 35% ഭൂമിയുടെ ഉപരിതലത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ മേഘങ്ങളാലും ഭൂമിയുടെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുടെ മുകളിലുള്ള ഐസ് ഷീറ്റുകൾ, ഐസ് ക്യാപ്പുകളാലും, മേഘങ്ങളാലും ഈ പറഞ്ഞ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഐസ് ക്യാപ്പുകളാലും ഒക്കെ എന്ത് ചെയ്യുന്നു? പ്രതിഫലിക്കപ്പെടുന്നു. എത്ര ശതമാനമാണ് പ്രതിഫലിച്ചു പോകുന്നത്? 35 യൂണിറ്റ് ആണ് പ്രതിഫലിച്ചു പോകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ പ്രതിഫലിച്ചു പോകുന്നത് 35 യൂണിറ്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽബെഡോ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ പ്രതിഫലനത്വം എന്ന് മലയാളത്തിൽ പറയും. ഭൂമിയുടെ പ്രതിഫലനത്വം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആൽബെഡോ, ഭൂമിയുടെ പ്രതിഫലനത്വം. 35 പോയാൽ പിന്നെ 100ൽ ഇനി ബാക്കി 65 ഉള്ളൂ. ആ 65ൽ 14 യൂണിറ്റ് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും മേഘങ്ങളും മറ്റു വസ്തുക്കളും ആഗിരണം ചെയ്യും. എത്രയാ? 65ൽ 14. ഇപ്പം 100ൽ നിന്ന് 35 പോയി കഴിഞ്ഞാൽ പിന്നെ 65, ഇവിടം തൊട്ട് ഇനി 65 ഉള്ളൂ. ഈ 65ൽ 14 അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും മറ്റു വസ്തുക്കളും ആഗിരണം ചെയ്യും. ബാക്കി ഇനി എത്രയുണ്ട്? ബാക്കി ഇനി 51 മാത്രമേ ഉള്ളൂ. ഈ 51 ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുന്നത്. അപ്പം കൂട്ടി നോക്കാം എല്ലാം കൂടെ. 14, 51, 65 പ്ലസ് 35 എത്രയായി? 100 എല്ലാം ആയില്ലേ? വരുന്ന പാഠം തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ എവിടെയൊക്കെയാണ്? മേഘങ്ങളിൽ, ഐസ് ക്യാപ്പുകളിൽ, പർവ്വതങ്ങളുടെ മുകളിലുള്ള ഐസ് പാളിയില്ലേ, അതിലൊക്കെ തട്ടി പ്രതിഫലിച്ച് പോകുന്നത് 35 യൂണിറ്റ്. അതിനെയാണ് ആൽബെഡോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാക്കി ഇനി 65 ഉള്ളൂ. 65ൽ 14 അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ മറ്റു വസ്തുക്കൾ ആഗിരണം ചെയ്യുന്നു. 14. പിന്നെ ബാക്കി ഇനി 65ൽ 14 പോയാൽ പിന്നെ 51 ഇനി മിച്ചമുള്ളൂ. അത് ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യും. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട്, ഭൂമി എന്താ ചെയ്യുന്നത്? ഭൂമി ആഗിരണം ചെയ്ത ഈ 51 യൂണിറ്റ് താപത്തിനെ ഭൂമി എന്ത് ചെയ്യും? പതുക്കെ ഭൂമി ചൂടായി, സൂര്യപ്രകാശം വൈകുന്നേരം ആകുമ്പോൾ മങ്ങുമല്ലോ, ഭൂമി ഇതിനെ പുറന്തള്ളും. ഭൂമി പുറന്തള്ളുന്ന താപം എത്ര യൂണിറ്റാ? 51 യൂണിറ്റാണ് ഭൂമി പുറന്തള്ളുന്നത്. അത് ദീർഘതരംഗ രൂപത്തിലാണ്, ലോങ് വേവ് റേഡിയേഷൻ്റെ രൂപത്തിലാണ് ഭൂമി പുറന്തള്ളുന്നത്. സൂര്യനിൽ നിന്ന് വന്നത് ഹ്രസ്വതരംഗ രൂപം, ഭൂമി പുറന്തള്ളുന്നത് ദീർഘതരംഗ രൂപത്തിൽ. ഇതിനെ നമ്മൾ ഭൗമ വികിരണം എന്ന് വിളിക്കുന്നത്. ഈ ദീർഘതരംഗ രൂപത്തിൽ ഭൂമി പുറന്തള്ളുന്ന താപത്തിൽ 17%, 51ൽ എത്ര? 17% എവിടെയും ആഗിരണം ചെയ്യപ്പെടാതെ, അന്തരീക്ഷത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ സ്പേസിലേക്ക് മടങ്ങിപ്പോകും. 17%. 51ൽ 17 പോയി കഴിഞ്ഞാൽ 34 ഉള്ളൂ. 51ൽ നിന്ന് 17 പോയി കഴിഞ്ഞാൽ 34 ഉള്ളൂ. ആ 34 ഭൂമി പുറന്തള്ളുന്ന വഴിയിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകളൊക്കെ ആഗിരണം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനെ പുറന്തള്ളുന്നത്.
നേരിട്ട് പുറന്തള്ളിയത്, ഒരിടത്തും ആഗിരണം ചെയ്യപ്പെടാതെ പുറന്തള്ളപ്പെട്ടത് 17ഉം വാതകങ്ങളാൽ ആഗിരണം ചെയ്യപ്പെട്ടതിന് ശേഷം സ്ലോലി പുറന്തള്ളുന്നത് 34. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ 34 യൂണിറ്റ് താപത്തെ ആഗിരണം ചെയ്യുന്നതുകൊണ്ടാണ് അന്തരീക്ഷം താപസന്തുലിതമായി നിലകൊള്ളുന്നത്. ഭൂമിയുടെ അന്തരീക്ഷം താപസന്തുലിതമായി നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ അന്തരീക്ഷം തണുത്തു പോയേനെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കണക്ക് കൃത്യമായിട്ടൊന്ന് പഠിച്ചേണം. ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു കണക്കാണ്. നമ്മുടെ പുസ്തകത്തിനകത്ത് ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചോണം. ദേ ഭൂമിയുടെ അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്നത് 35 യൂണിറ്റ് അല്ലേ. ഇതിനെയാണ് നമ്മൾ ആൽബഡോ എന്ന് വിളിക്കുന്നത്, പ്രതിഫലനത്വം എന്ന് വിളിക്കുന്നത് അല്ലേ. എന്താ വിളിക്കുന്നത്? ഇതിനെ പ്രതിഫലനത്വം. ഭൂമിയുടെ പ്രതിഫലനത്വം 35. മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നത് 14. ഞാൻ പറഞ്ഞു. ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുന്ന 51. ഇനി ഭൂമി പ്രതിഫലിപ്പിക്കുന്ന ഇപ്പറ കൊടുത്തേക്കുന്നേ നേരിട്ട് ബഹിരാകാശത്തേക്ക് സ്പേസിലേക്ക് മടക്കി അയക്കുന്നത് എത്രയാ? നേരിട്ട് സ്പേസിലേക്ക് മടക്കി അയക്കുന്നത് 17 യൂണിറ്റ് അല്ലേ. 17 യൂണിറ്റ്. പിന്നെ അന്തരീക്ഷം ആഗിരണം ചെയ്തതിന് ശേഷം മേഘങ്ങളും പൊടിപടലങ്ങളും ഉൾപ്പെടുന്ന പല വായു, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ ആഗിരണം ചെയ്തതിന് ശേഷം പുറത്തുതള്ളുന്നത് 34 യൂണിറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള കുറച്ച് കണക്കുകൾ. നോർമലി കേറ്ററ്റ് പോലെയുള്ള എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള HSA പോലെയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ആ മാപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇത്രയും പ്രോബ്ലംസ് ആണ്. സാധാരണ പ്രോബ്ലം നമ്മുടെ ഏരിയ അല്ല. സോഷ്യൽ സയൻസുകാരെ സംബന്ധിച്ച് പ്രോബ്ലം നമ്മുടെ വഴിയിലൂടെ പോകുന്നില്ല. പക്ഷേ ഇവിടെ ജോഗ്രഫിയിൽ കുറച്ച് പ്രോബ്ലംസ്, എക്കണോമിക്സിലും വരുന്നുണ്ടല്ലേ. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് നമുക്കുണ്ട്. അത് പക്ഷേ സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന കാൽക്കുലേഷൻസ് ആണ്. അത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ എക്സാമിൻ്റെ അവസാന ഭാഗത്തേക്ക്, ലാപ്പിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ സമയം സ്വാഭാവികമായിട്ടും ടെൻഷൻസും നെഗറ്റീവ് തോട്ട്സും ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ട? കഴിവതും നമ്മുടെ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ മാസങ്ങളിൽ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളുടെ കോൺഫിഡൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്, ഒട്ടും കുറയരുത്. നല്ല കാര്യമായിട്ട് തന്നെ അവസാന ഈ ഒരു ടൈം ഉപയോഗപ്പെടുത്തുക കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കും. ഉറപ്പായിട്ടും എല്ലാവരും റാങ്ക് ലിസ്റ്റ് വരും. നല്ല ജോലി, ആദ്യ റാങ്കുകളിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. എല്ലാവരും ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഞാൻ ധാരാളം ഇത്തരത്തിലുള്ള റിവിഷൻ ക്ലാസ്സുകളായിട്ട് ഇനി വരുന്നതായിരിക്കും. ചെറിയ 5-6 ചോദ്യങ്ങളുടെ ഒരു സെഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ, സ്പെസിഫിക്കലി ഞാൻ അത് കവർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കൃത്യമായിട്ട് അത് തന്നെ പിക്ക് ചെയ്ത് നമ്മൾ റിവിഷനിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്